നമസ്കാരം കുട്ടികളെ. ഘടനാപരമായും ധർമ്മപരമായും ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശം. ഒരു ജീവിയുടെ ജീവനുള്ള ഏറ്റവും ചെറുതും സ്വയം വിഭജനശേഷി കാണിക്കുന്നതുമായ അസ്തിത്വമാണ് കോശം. ജീവൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ എന്ന് ഇവയെ വിശേഷിപ്പിക്കുന്നു. കോശത്തിനുള്ളിൽ പ്ലാസ്മ സ്തരത്തിനകത്ത് കാണപ്പെടുന്ന മർമ്മ ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ഇതിൽ സ്തരങ്ങളാൽ ആവരണം ചെയ്തിരിക്കുന്ന മുഖ്യ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. കോശത്തിനകത്തെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന ദ്രവമാധ്യമമായും കോശാംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാഗമായും കോശദ്രവ്യം പ്രവർത്തിക്കുന്നു. സസ്യകോശത്തിലും മർമ്മമുണ്ട്. കോശത്തിനുള്ളിൽ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലാണ്. അതിനാൽ മർമ്മം കോശത്തിൻ്റെ കേന്ദ്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കോശത്തിലെ മറ്റ് കോശാംഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മൈറ്റോകോൺട്രിയോൺ. ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ വഴിയാണ്. അത് സൂക്ഷിച്ചു വെക്കാനും മൈറ്റോകോൺട്രിയയ്ക്ക് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയോൺ കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നാണ് അറിയപ്പെടുന്നത്. മൈറ്റോകോൺട്രിയോണിൻ്റെ എണ്ണം എല്ലാ കോശങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, ഏത് കോശങ്ങളിലായിരിക്കും മൈറ്റോകോൺട്രിയൻ കൂടുതലായി വേണ്ടത്? ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്ന ധർമ്മമാണ് മൈറ്റോകോൺട്രിയനുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് കോശത്തിലാണോ ഊർജം കൂടുതലായി ആവശ്യമുള്ളത് അവിടെയാണ് കൂടുതൽ മൈറ്റോകോൺട്രിയൻ കാണപ്പെടുന്നത്. അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശങ്ങൾക്കകത്ത് പദാർത്ഥങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പ്രത്യേക പാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കോശാസ്ഥികൂടം എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ കോശത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അടുത്തതാണ് റൈബോസോം. റൈബോസോം ജൈവ തന്മാത്രകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കോശാംഗമാണ്. സസ്യകോശത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഫേനം അഥവാ വാക്യൂൾ എന്നറിയപ്പെടുന്നു. ഫേനത്തെ പൊതിഞ്ഞുകൊണ്ട് ഒരു സ്ഥലം തന്നെയുണ്ട്. അതിനെയാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയും. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ ഇവയൊക്കെ സംഭരിക്കുന്നത് ഫേനമാണ്. അടുത്തതാണ് ഗോൾഗി കോംപ്ലക്സ്. പല ആകൃതിയിൽ കോശത്തിനുള്ളിലാണ് ഗോൾഗി കോംപ്ലക്സുകൾ കാണപ്പെടുന്നത്. ഗ്രന്ഥി കോശങ്ങളിൽ ഗോൾഗി കോംപ്ലക്സിൻ്റെ എണ്ണം വളരെ കൂടുതലാകും. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് പ്ലാസ്റ്റിഡ് അഥവാ ജൈവകണം. സസ്യകോശത്തിലെ നിറമുള്ളതോ ഇല്ലാത്തതോ ആയ കണങ്ങളാണിവ. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഹരിതകണം ഇതിനുദാഹരണമാണ്. ഇവ 3 തരമുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം എന്നിവയാണവ. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. വർണ്ണകണങ്ങളിലെ
ചില വർണ്ണകങ്ങളാണ് സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ എന്നിവ. ഇത്തരം വർണ്ണങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണുന്നു. പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. അതിലെ അന്നജം പഞ്ചസാരയായി മാറുന്നു.